മണ്ണിൽ പ്രത്യേകിച്ച് ഉത്സവ കേരളങ്ങൾ മുഴുവൻ ഓടി നടന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻജോയ് ലൈഫ് മീഡിയ അതിൻ്റെ എല്ലാമായ ശ്രീകുമാർ എൻ്റെ പേര് അമ്പലക്കുട്ടൻ നമ്പൂതിരി. മുത്തല മുരാരിയുടെ അടുത്ത് 13 കൊല്ലം. ആ, ഇപ്പം കഴിഞ്ഞ മാർച്ച് 31 പെൻഷനായി. ഭഗവാന്റെ പുണ്യഭൂമിയിൽ ഈ വർഷത്തെ ഗംഭീരമാകുന്ന ആനയൂട്ടിന് ആരംഭം കുറിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സാക്ഷാൽ തൃക്കടവൂർ ശിവരാജുവിന് പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ ഗജപൂജയിൽ നടത്തി നിൽക്കുന്ന ഈ വേദി മണ്ണിന്റെ മനസ്സ് വാദങ്ങൾ കീഴടക്കി നിൽക്കുമ്പോൾ ഈ പുണ്യഭൂമിയിൽ മുഖത്തിന്റെ കണ്ണന്റെ മണ്ണിലിപ്പോൾ ഒരു വേറിട്ട വിസ്മയം ഒരുങ്ങുകയാണ്. ആഘോഷത്തോടൊപ്പം നൃത്തച്ചുവടുകളിൽ വരികയാണ് ശ്രീ രമണിദേവ്, ജി കെ മണി എന്നിവർ അധ്യാപകരായ സ്വാതി തിരുനാൾ നൃത്തകലാക്ഷേത്രം എന്നിവരുടെ ഈ സമയം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ചുവടുവയ്ക്കുന്നു. ഈ നാടിന്റെ അതുല്യ കലാകാരികളായ ആദ്യ, മാളവിക, അപർണ, രതീഷ്, അപർണ, വിസ്മയ, പാർവതി, ആശ, ആർദ്ര എന്നിവർ. ഈ വിസ്മയവും ഭഗവാന്റെ മുന്നിൽ ഒരുപാട് വിസ്മയങ്ങൾക്കൊപ്പം സമർപ്പിക്കുന്നത് ശ്രീ ജയേഷും മണികണ്ഠനും അണിനിരക്കുന്ന ടീം പാർത്ഥസാരഥിയാണ്. 1000 സന്തോഷത്തോടു കൂടി നൃത്തച്ചുവടുകൾക്ക് ആരംഭമാവട്ടെ.
എന്ത് ശാന്ത സൗന്ദര്യം! ഇവരെല്ലാം തന്നെ വേദികളിൽ തന്നെ എഴുതുകൊണ്ട് ചരിത്രം രചിച്ച യുവരാജാവ് കടന്നു വരുന്നു. ശ്രേഷ്ഠൻ ഐശ്വര്യ ശ്രീമാൻ കണ്ണന്റെ മണ്ണിലേക്ക് പദം വെച്ചിതാ ഈ വർഷത്തെ ആനയൂട്ടിനായി ആദ്യമായി കടന്നു വരുന്ന ഒരു ഗണപതി ചന്തം. ഗണപതിയുടെ തൃക്കാൽക്കൽ പാദമുടച്ചുകൊണ്ട് ആ മഹാനിയോഗത്തിന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടിതാ മുഖത്തല്ല കണ്ണന്റെ മണ്ണിലേക്ക് നിയോഗത്തിന്റെ രാജസിംഹാസനങ്ങൾ നീട്ടി കാലം അനുഗ്രഹിക്കുന്ന തിരുവാമ സൗന്ദര്യം. മികവിന്റെ വേദികൾ ഇരുകയും നീട്ടി സ്വീകരിച്ച കൊല്ലത്തിന്റെ വില്ലാളി വീരൻ അഴകിന്റെ വജ്രായുധം തന്റെ അവനാഴിയിൽ കരുതുമ്പോഴും തികവാർന്ന ശാന്തമുഖമുദ്രയായി മരുവന്നവൻ കടന്നു വരുന്നു. ഉണ്ണിമങ്ങാട്ടെ കുട്ടികൾ തലങ്ങും വിലങ്ങും താരമാകുന്ന കൊല്ലത്തെ വേറിട്ട അധ്യായം രചിച്ച വീരഗണപതി ഗജ സൗമ്യ ശ്രേഷ്ഠ ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി. ഇതാ കണ്ണന്റെ തിരുസന്നിധിയിലേക്ക് പഴമയുടെ പ്രൗഢിയും പുതുമയുടെ അലങ്കാരങ്ങളും ഒന്നിച്ചു ചേർന്ന് കടന്നു വരികയാണ് ഉണ്ണിമങ്ങാട്ടെ ആരോഗ്യപുത്രൻ. ബ്രഹ്മ തൊണ്ടിൽക്ക് മുഖത്തല കണ്ണന് സമർപ്പിക്കുന്ന ഒരുങ്ങുകയാണ്. ടീം പാർത്ഥസാരഥി ഇവിടെ അത് നൽകുന്നു. കടന്നു വരുന്ന എല്ലാം അവസാനിപ്പിക്കുകയാണ്. പുതുപ്പള്ളി പാപ്പാലപ്പറമ്പ് ഗജനിരയുടെ വീറും വാശിയും നിറഞ്ഞ കൊമ്പൻ കോട്ടയം പട്ടണത്തിന്റെ നടുവിൽ തന്റെ താരപ്രഭ തെളിയിക്കുവാൻ പോകുന്ന ഇതിഹാസ നാമധാരി ഗജകേസരി പുതുപ്പള്ളി അർജുനൻ. ഇവരാളത്തം പണയം വയ്ക്കാതെ ആന കേരളത്തിൽ തന്നെ സാന്നിധ്യം തെളിയിക്കുന്ന വീരനായകൻ. പേരെടുത്ത പൂരങ്ങളിലെല്ലാം പുതുപ്പള്ളി ഗജനിരയുടെ പ്രൗഢി കാണിച്ച് എഴുന്നള്ളി നിൽക്കുന്നവൻ. ആനക്കമ്പത്തിന്റെ തേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിനഴകിന്റെ മാറ്റൊലി നിറയ്ക്കുവാൻ വന്നെത്തിച്ചേരുന്നവൻ. വീരന്മാർ വാഴുന്ന കോട്ടയത്തെ രാജഭൂമിയിൽ വാനോളം കീർത്തിയുമായി വരുവാൻ വന്ന മാതംഗ തിരുമകൻ. വടക്കു പിറന്നവരുടെ ആവേശം ഇരട്ടിയാക്കി മലയാള മണ്ണിൽ നിറച്ചവൻ. താരങ്ങൾ വന്നിറങ്ങിയ മുഖത്തല മണ്ണിലേക്ക് ഇത്തവണ വേറിട്ട സൗന്ദര്യവുമായി വരികയാണവൻ. എടുത്ത വേദികളെല്ലാം അഴകിന്റെ ചാരുത കൊണ്ട് അനശ്വരമാക്കിയ അർജുനൻ. ഏതു മണ്ണിലും താരമായി നിൽക്കുവാൻ പോകുന്ന പുതുപ്പള്ളി ഗജനിരയുടെ അർജുനൻ ഗജകേസരി പുതുപ്പള്ളി അർജുനൻ. വാതിൽ വഴി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് വടക്കേ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങണമെന്ന് അറിയിക്കുന്നു. ശ്രീകൃഷ്ണസ്വാമിയുടെ മണ്ണിലേക്ക് നടയമനങ്ങളിൽ കടന്നു വരുന്ന സീനിയർ താരം ശാന്തനാഥനെ മുഖ്യമന്ത്രിയാക്കി സൗമ്യത തന്നെ രാജകീയതയ്ക്ക് അളവുപോലാക്കി വന്നെത്തിച്ചേരുന്നവൻ. പൂരങ്ങളും പൂരാഘോഷങ്ങളും കൂടി ഇരുത്തം വന്ന മുതിർന്ന താരം ഗജരാജൻ പനക്കൽ നീലകണ്ഠൻ. ഓരോ കരിവീരന്മാർക്കും ടീം പാർത്ഥസാരഥിയുടെ സ്നേഹോപഹാരങ്ങളും ചട്ടക്കാർക്ക് നൽകിക്കൊണ്ട് ഈ മണ്ണിലേക്ക് ഇതാ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കീർത്തി കേട്ട ചരിത്രമുള്ള കൊല്ലം
വീരന്മാർ ഏറെ എറിയുന്ന തെക്കിന്റെ വീരവാഗ്ദാനം ഗജരാജമാടമ്പി കുഴിയും പഞ്ചമത്തിൽ വ്യത്യസ്തതയുടെ നിറകുടമായി മാറുമ്പോഴും അഴകിന്റെ ആവനാടി മുന്നിൽ ഒളിച്ചു വയ്പ്പിക്കുന്ന മറ്റൊരു വിസ്മയം. അതെ, പൂരങ്ങൾ ഏറെ നിറയുന്ന നാട്ടിൽ നെഞ്ചും വിരിച്ചു നിന്ന് പെരുമകൾ നിറയുന്ന കൊല്ലം പൂരം കൂടിയവൻ, ഒത്തിരി ഒത്തിരി വീരന്മാരെ മലയാള മണ്ണിൽ സമ്മാനിച്ച പുത്തൻകുളത്ത് വരെ അഴകോട് വാണവൻ, നിറനിറയുന്ന ആവേശങ്ങൾക്ക് നായകത്വം വഹിച്ച ഗജരാജാക്കന്മാരുടെ കഥകൾ പറയുവാനുള്ള ദേശിംഗ നാടിന്റെ മറ്റൊരു തിലകക്കുറി കടന്നു വരികയാണവൻ. കുഴിയം പഞ്ചമത്തിൽ ദ്രോണ കടന്നു വരുന്നു. കളിയാന്തോട് ആനപ്രേമി സംഘത്തിന്റെ വീരനായ കരുത്തും കരുതലും കൊണ്ട് ചരിത്രം രചിക്കുന്ന അനന്തഗിരിക്കാരൻ പോരാട്ടത്തിൽ പുത്തൻ രാജവീഥികളിൽ ഒരുങ്ങട്ടെ എന്ന് ആജ്ഞാപിച്ച് കടന്നു വരികയാണവൻ. കുംഭി മുഖശ്രേഷ്ഠൻ വീരഹസ്തി ശിവം ലക്ഷ്മി അയ്യപ്പൻ. എടുത്തു നിൽക്കുന്ന കൊമ്പുകൾ കൊണ്ട് ചരിത്രം രചിക്കാൻ തീരമടിക്കാത്ത യുവനായകൻ, എണ്ണം പറഞ്ഞ രാജസൂയങ്ങളിൽ അഴകിന്റെ തികവാർന്ന ഭാവം കാണിക്കാൻ പിറവി കണ്ടവൻ, എണ്ണി എണ്ണി പറയുന്ന ലക്ഷണ പെരുക്കങ്ങൾ ചന്തമോടെ തികഞ്ഞ ഗജ രാജകുലപതി, കാണുന്ന കണ്ണുകൾക്ക് കരിയഴകിന്റെ വിസ്മയം തീർക്കുന്ന കാർമുകിൽ വർണ്ണൻ കടന്നു വരുന്നു. ശിവം ലക്ഷ്മി ഗ്രൂപ്പിന്റെ സ്വന്തമുള്ള സുന്ദരൻ കുംഭി മുഖശ്രേഷ്ഠൻ ഇലകവൻ ശിവം ലക്ഷ്മി അയ്യപ്പൻ. അതെ, മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് ഏത് മണ്ണിലും ആരവങ്ങൾ തീർക്കുവാനായി അവതാരം കൊണ്ട് അഴകിന്റെ ആനരൂപം, വാർമേഘകാന്തിയും വാനോളം പോകുന്ന പ്രൗഢിയുമായി അനന്തപുരിയുടെ വിരുമാറിൽ നിന്നും ആവേശത്തിന്റെ ചരിത്രം കുറിക്കുന്നവൻ, പൂരം കൂടിയ കാലത്ത് പുതിയ കാലത്തിന്റെ രാജസൂയത്തിന് നായകനാകുവാൻ അവതാര പിറവിയുടെ സകല സൗന്ദര്യം തന്നിലേക്ക് ആവാഹിച്ചവൻ, എഴുന്നള്ളിൽ നിൽക്കുന്ന വേദികളിൽ ഏതു കണ്ണിനും വിരുന്നാകുന്ന തികമാർന്നചന്ദ്രൻ ഇലകവൻ ശിവം ലക്ഷ്മി ഗ്രൂപ്പിന്റെ ചുറുപ്പ് ചീട്ട് കളിയാന്തോട് ആനപ്രേമി സംഘത്തിന്റെ വീരനായകൻ കുംഭി മുഖശ്രേഷ്ഠൻ വീരഹസ്തി ശിവം ലക്ഷ്മി വരുന്ന തെക്കിന്റെ മറ്റൊരു നായകൻ. ദക്ഷിണ ഭാരത കവാടത്തിൽ നിന്നും മലയാള മണ്ണിലേക്ക് ചരിത്രം രചിക്കാൻ കടന്നു വരുന്നവൻ, തെക്കിന്റെ എണ്ണം പറഞ്ഞ മാതംഗ ശ്രീമാൻ ഗജകേസരി ആമ്പാടി മാധവൻ കുട്ടി വീരകേസരൻ. ആന കേരളത്തിൽ വേറിട്ട പെരുമ അവകാശപ്പെടാനുള്ള പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി ഗ്രൂപ്പിന്റെ തുറുപ്പ് ചീട്ട്, പേരും പെരുമയും നിറഞ്ഞ വീരന്മാരെ മഹിമയുള്ള മലയാളം പഠിപ്പിക്കുന്ന തെക്കിന്റെ തമ്പുരാൻ കടന്നു വരുന്നു. ചുണയും ചുറുചുറുക്കും ആവോളമുള്ള ദേശിംഗ നാടിന്റെ ഐശ്വര്യ ശ്രീമാൻ, ഏറ്റെടുക്കുന്ന പൂരങ്ങളിലെല്ലാം തന്റേടമോടെ നിലകൊള്ളുന്ന ഗജസേനാനി, പൂരങ്ങൾക്ക് ആരവം തീർക്കുവാൻ വടക്കൻ മണ്ണിൽ നിന്നും തെക്കൻ മണ്ണിലേക്ക് വന്നിറങ്ങിയവൻ വരികയാണ്. ആനയുട്ടൊരുങ്ങുന്ന മുഖത്തല കണ്ണന്റെ മണ്ണിൽ ആവേശ
നേരായ വേദിയിൽ നെടുനായകനായി നിവർന്നു നിന്ന് അരങ്ങ് വാഴുന്നവൻ, പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആനക്കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ ഇവൻ. പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്ന് ഇത്തവണയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന് കൂട്ടാന പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ, കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. അങ്ങ് വാഴുന്ന ആരവങ്ങളെ തന്റെ ആവേശങ്ങൾക്ക് അകമ്പടിയാക്കി എഴുന്നള്ളി വരികയാണ് ഫ്രണ്ട്സ് മുഖത്തലിയുടെ ധീരനായകൻ. തന്നോട് ചേരാൻ കൊതിക്കുന്ന നാട്ടിൽ താരമൂല്യം ഇരട്ടിയാക്കി കടന്നു വരുന്നു അവൻ. ശ്രീ ഭൂതനാഥൻ വാഴുന്ന ഭൂതക്കുളത്തു നിന്നും ആനക്കേരളത്തിന്റെ ആവേശമായ ഗജരാജൻ വന്ന നാൾ ഇന്നോളം വെല്ലുവിളികളുടെ ഇല്ലാ ശരങ്ങളെ ഒന്നും നേരിടാതെ വിജയത്തിന്റെ തലപ്പൊക്കമോടെ വളർന്നവൻ. അതേ പേരുകേട്ട പൂരങ്ങൾക്കും പൂരങ്ങളുടെ പൂരത്തിനും തെക്കിന്റെ പൂരപ്പെരുമയെന്ന് കാണിച്ചു കൊടുത്തവൻ. വേല നടുക്കം പാലക്കാടും ആവോളം വീരന്മാർ അണിനിരക്കുന്ന അനന്തപുരിയിലും ആവോളം ആവേശം നിറച്ച ചരിത്രമുള്ളവൻ. കാണുന്ന കണ്ണുകളിൽ തന്റെ കരിയഴകിന്റെ മഹിമ കാണിച്ചുകൊണ്ട് ആവേശത്തിന് തിരികൊളുത്തി ഏതു മണ്ണിലും താരമാകുന്ന നായകൻ, കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖര. മുഖത്തലെ ആനയൂട്ടിലേക്ക് നിനക്കൊരായിരം സ്വാഗതം, സുസ്വാഗതം. ഇവൻ കാവൽ നിൽക്കും നമ്മ തെമ്പരാട്ടിയുടെ തിരുമടിത്തട്ടിൽ നിന്നും കരുത്തുറ്റ കാലത്തിന്റെ ഇടനാഴിയിലേക്ക് കാലെടുത്തു വച്ചവൻ. കരുനല്ലൂർ അമ്മയുടെ മകനായി കാലത്തെ അടക്കി ഭരിക്കാൻ പറയുന്ന കരുവീരകുമാരൻ, ചെറിയല ദേശത്തിന്റെ നായകൻ, ദേശിംഗ നാടിന്റെ യുവരാജാവ്, ഭഗവതി പ്രിയ മാതംഗ സൂര്യൻ, പേരൂർ ശിവൻ.
ചരിത്രം കുറിക്കാൻ തുനിഞ്ഞിറങ്ങിയ ടീം ക്ഷത്രിയ ധർമാസ് പാലിവിളക്കുട്ടിയുടെ കൈയും പിടിച്ച് കടന്നു വരികയാണ്. ടീം ക്ഷത്രിയ ധർമാസിന്റെ വീരനായകൻ ഭയമെന്തെന്നറിയാതെ ഭയന്നു മാറിയ ചരിത്രമില്ലാതെ തുടർ വിജയങ്ങളുടെ സംഘലി മുഴക്കുന്ന യുവദുർഗി പേര് കേട്ടവർക്കൊപ്പം പടവെട്ടി വളരുവാൻ മലബാറിന്റെ മണ്ണ് കരുതി വച്ചിരിക്കുന്ന വജ്രായുധം വേദകേസരി അക്രമേ മോഹനൻ.
ഇടിയും മിന്നലും മലകൾക്കും മുന്നിൽ ഇപ്പോഴും മറന്നു. വിധി പോലും കുറച്ചുപോയി അവൻ വരാനില്ല. അവൻ നെഞ്ചു കുറിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു കാറ്റ് വീശി സാർ. ആ കാറ്റിന് ഇവിടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ജീവശ്വാസമാണ് സാർ. നിങ്ങൾക്കൊരു ഉപദേശമല്ല. ഒരു കാലത്തും നിങ്ങൾ ഇവനെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.
പൂർത്തിയാക്കുകയായി തെക്കിന്റെ ദേവൻ. ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യം മുതൽ വഴി നടത്തിയ സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും ഉറ്റതോഴനായി അന്നും ഇന്നും കൂടെയുള്ള പകിടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചിത അവതരിച്ചു നിൽക്കുന്നു തെക്കിന്റെ ദേവൻ. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും പത്തരമാതു തെളിഞ്ഞ തൃക്കടവൂരപ്പന്റെ ഗോപനാന. ചെറുബാല്യം മുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന മാതാ സോൺസ് കുണ്ടറയിലെ മുഴുവൻ പ്രവർത്തകർക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം മറ്റൊരു പൂർവ്വഭൂമിയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഒപ്പം കൂടെ നിൽക്കുന്ന അക്ഷരക്കൂട്ടങ്ങൾ എന്നുമെന്നും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാരൻ അഖിൽ ഷാജി അൻപതിൽ ഈ ശബ്ദമിശ്രണങ്ങൾ ഒപ്പം താളവിസ്മയങ്ങളാക്കി കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ശ്രീ കണ്ണൻ ശ്രീകുമാർ കരിമണം, ഒപ്പം ശ്രീകാന്ത് വൈക്കം, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഞങ്ങളുടെ എല്ലാമായ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പ്രിയങ്കരനായ ശ്രീ ഉണ്ണി കിടന്നൂർ, ഞങ്ങൾ ഈ മണ്ണിൽ എത്തി അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾക്കും എല്ലാം ഭഗവാന്റെ പാതാരവിന്ദം സമർപ്പിച്ചുകൊണ്ട് ഈ തന്ന ആവേശങ്ങൾക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സർവ്വവും സമർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം.